നമസ്കാരം. സ്വീഡിഷ് പ്രൈം മിനിസ്റ്ററായ എഡ്ബ ബുഷ് ഇന്നലെ ട്വീറ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം. അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു മലയാള പരിഭാഷ ഇങ്ങനെയാണ്. അവർ പറഞ്ഞത്, ഇസ്ലാം സ്വീഡിഷ് മൂല്യങ്ങളുമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതിന് സാധിക്കാത്ത മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകണം, സ്വീഡൻ വിട്ടുപോകണമെന്ന്. ദുരഭിമാനക്കൊല, ശിരച്ഛേദം, സ്ത്രീകളെ കല്ലെറിയൽ തുടങ്ങിയ ശരീഅത്ത് നിയമങ്ങൾ സ്വീഡിഷ് നിയമങ്ങളല്ല. അതിവിടെ നടക്കുകയില്ല. അവരിത് പറയേണ്ടി വന്ന സാഹചര്യമാണിപ്പോൾ സ്വീഡനിൽ നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം മറ്റുള്ളവരുടെ ആശയങ്ങളെ വിലമതിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് സ്വീഡനും സ്വിറ്റ്സർലാൻഡും. ഇന്ന് അവരുടെ സ്ഥിതി നിങ്ങളൊന്ന് നോക്കാം. പ്രത്യേകിച്ചും സ്വീഡനിൽ സാധാരണ ജനങ്ങൾ ഖുറാൻ പൊതുനിരത്തിലിട്ട് കത്തിക്കുന്നു. ലോകത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും മിതവാദികളായ ജനതയാണ് സ്വീഡിഷ് ജനത. അവരെന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് ചിന്തിക്കേണ്ടതല്ലേ? സ്വീഡനിൽ മാത്രമല്ല, ജർമ്മനിയും ഫ്രാൻസും UK അടക്കമുള്ള യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഏതാണ്ട് സമാന സ്ഥിതിയാണുള്ളത്. ഈ രാജ്യങ്ങളൊക്കെ ഈ നിലയിലാകുവാനുള്ള പ്രധാന കാരണം അവരുടെ കുടിയേറ്റ നിയമങ്ങളാണ്. കുടിയേറ്റ നിയമങ്ങൾ ഈ രാജ്യങ്ങളിലൊക്കെ കുറച്ച് ലിബറലാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത്, സിറിയ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും ധാരാളം മുസ്ലിം കുടിയേറ്റം യൂറോപ്പിലേക്ക് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെയൊക്കെ സംഭവിക്കുന്നത്, ഈ കുടിയേറ്റക്കാർ ഒരു ക്രിട്ടിക്കൽ മാസമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ നിയമം മതി, ശരിയ വേണം. ഇതെങ്ങനെ നടക്കും? ഇവരുടെ ഈ കുടിയേറ്റക്കാരുടെ ഒരു പ്രത്യേകത, 100ൽ 49 വരെ ഇവർ മതനിരപേക്ഷത പറയും, ജനാധിപത്യം പറയും, രാജ്യത്തിൻ്റെ നിയമം പാലിക്കാം എന്ന് പറയും. എന്നാൽ ഹാഫ് മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 51 ആയാൽ, 100ൽ 51 ആയാൽ പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷമാണ്, ഞങ്ങളുടെ നിയമം മതി, ശരിയാ മതി. അവിടെ പിന്നെ ജനാധിപത്യം ഉണ്ടാവുകയില്ല, മതനിരപേക്ഷത ഉണ്ടാവുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. ഇതൊക്കെ തന്നെയാണ് സ്വീഡൻ പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ രാജ്യത്തേക്ക് നോക്കൂ. ഇതേ പ്രവണത നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു, ഇന്നും പലയിടത്തും നിലനിൽക്കുന്നു. ഇതേ പ്രവണതയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതും. ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഈ പ്രവണത വളർത്തിയെടുക്കുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രശ്നമേ നിലനിൽക്കുന്നില്ല എന്ന നിലപാടായിരുന്നു മഹാത്മാഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെതും. മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യയിലെ മുസ്ലിം പ്രശ്നം എന്നുള്ളത്. അദ്ദേഹം ആ പ്രശ്നത്തിൻ്റെ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അംഗീകരിച്ചിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കണ്ണിൻ്റെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ജിന്ന തൻ്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. 47 ആയപ്പോഴേക്കും അത് അതിൻ്റെ മൂർധന്യത്തിലെത്തി, രാജ്യം വിഭജിക്കപ്പെട്ടു. എന്നിട്ട് ഇന്നും ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞു നടക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. നമ്മൾ ചരിത്രത്തിൽ നിന്നും ഒരു പാഠവും പഠിച്ചിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഈ മുസ്ലിം പ്രശ്നത്തിനെ കമ്മ്യൂണിസ്റ്റുകാർ കണ്ടത് മറ്റൊരു രീതിയിലാണ്. അവർ ഈ ഭാരതത്തിലൊരു മുസ്ലിം ഇഷ്യൂ, ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്ന് അംഗീകരിച്ചിരുന്നു. എന്നാൽ അവർ അതിൻ്റെ കാരണമായി കണ്ടത് മുസ്ലിങ്ങൾക്കിടയിലെ വിദ്യാഭ്യാസക്കുറവും ദാരിദ്ര്യവുമാണെന്നായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു അഭിപ്രായം. കമ്മ്യൂണിസ്റ്റുകാർ പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം വിദ്യാഭ്യാസക്കുറവും പട്ടിണിയുമാണ് ഇസ്ലാമിക തീവ്രവാദത്തിന് കാരണമെങ്കിൽ അത് കാലക്രമേണ കുറഞ്ഞാണ് വരേണ്ടത്. പക്ഷേ നമ്മളിന്ന് കാണുന്നത് അങ്ങനെയല്ല. നമ്മളിന്ന് കാണുന്നത് നേരെ മറിച്ചാണ്. ലോകം മുഴുവൻ ഇസ്ലാമിക് റൂളിൽ കൊണ്ടുവരുവാനുള്ളൊരു ശ്രമമാണ് നമ്മളിന്ന് ലോകത്ത് കാണുന്നത്. നമ്മുടെ നാട്ടിൽ ജനാധിപത്യം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ഭാരതത്തിനകത്തും പുറത്തും നടക്കുന്ന ഇത്തരം പ്രവണതകളെ എതിർക്കുകയാണ്. അവരതാണ് ചെയ്യേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. വിഭജനത്തിന് മുൻപ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ജനാധിപത്യം ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രവർത്തിച്ചിരുന്നു, ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഒരു ഭൂപ്രദേശത്ത് ഒരു പ്രത്യേക മതം ഭൂരിപക്ഷമായാൽ പിന്നെ അവിടെ അവർക്ക് അവരുടെ നിയമം മതി, അവർക്ക് വേറെ രാജ്യം വേണം. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ രാജ്യങ്ങളിൽ ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജനാധിപത്യവും ഇല്ല, കമ്മ്യൂണിസവും ഇല്ല, മറ്റൊരു മതവും ഇല്ല. അപ്പം ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ ഈ പ്രവണതയെ എതിർക്കുകയല്ലേ വേണ്ടത്? ഇതിനെ എതിർക്കാതെ അതിനെ അനുകൂലിച്ചാൽ അവരെങ്ങനെ ജനാധിപത്യവാദിയാകും? മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നത്തിന് ഇസ്ലാമിലേക്ക് തന്നെയാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞൊരു നേതാവ് നമുക്കുണ്ടായിരുന്നു, സ്വതന്ത്രവീർ സവർക്കർ. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യാഥാർത്ഥ്യങ്ങളെ മറച്ചു വെക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം എഴുതി പ്രസംഗിച്ചു, സംശയലേശമന്യേ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹമായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇസ്ലാമിനെ നവോത്ഥാനം മുസ്ലിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്, വെളിയിൽ നിന്നുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഇനി മുസ്ലിങ്ങൾ അത് ചെയ്യുന്നില്ല എങ്കിൽ ഈ പ്രശ്നത്തിനൊരു സംശമനം ഉണ്ടാവുകയുമില്ല. സ്വീഡനിലെ പോലെ മറ്റ് രാജ്യങ്ങളിലും ഇത് നടക്കും.